ഞാൻ വായിച്ച വാക്യം ഓരോ വാക്യമായിട്ട് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 15-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു അധ്യായത്തിൽ തന്നെ യേശു കർത്താവ് പാപികളും ചുങ്കക്കാരുമായി ഇരുന്ന് അവരുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ പരീശന്മാര് സദൂക്യര് വന്ന്, നീ ഒരു ഗുരുവല്ലോ, നീ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നവനല്ലേ, നീ എന്തിനാണ് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ നിൽക്കുന്നത്? ഇവരെല്ലാം പാപികളാണ്, ഇവരെല്ലാം ചുങ്കക്കാരാണ്, ഇവരൊന്നും സ്വർഗരാജ്യം അവകാശമല്ല. എന്തിന്? ദൈവാലയത്തിൽ പോലും ഇവർക്ക് പ്രവേശനം ഞങ്ങൾ വിലക്കി വെച്ചിരിക്കുകയാണല്ലോ, നീ എന്തിനാ ഇവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞ 3 ഉപമകളുള്ള ഒരു അധ്യായമാണ് ഈ 15-ാമത്തെ അധ്യായം. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നുവെങ്കിൽ ഈ 100 ആടിൽ ഒരെണ്ണം പോയാൽ ഞാൻ അതിനെ തപ്പി കണ്ടുപിടിച്ച് അതിനെ കളയാതെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരത്തില്ലയോ? ഇതാണ് അതിന്റെ ആശയം. രണ്ടാമത്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ എങ്ങനെയാണെങ്കിലും കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് വീട് ക്ലീൻ ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുവരത്തില്ലയോ? മൂന്നാമതൊരു കഥ പറഞ്ഞു. ആ കഥയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പിതാവിന് 2 മക്കൾ ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ. മൂത്തപുത്രൻ, ഇളയപുത്രൻ. മുടിയനായ പുത്രൻ എന്നല്ല ഞാൻ പറഞ്ഞേ, മൂത്തപുത്രൻ, ഇളയപുത്രൻ. മുടിയനായ പുത്രൻ എന്ന് പറയാൻ ഒരു മനസ്സിനൊരു പ്രയാസം. കാരണം ഞാൻ എന്റെ വീട്ടിൽ ഇളയപുത്രൻ ആയതുകൊണ്ടായിരിക്കാം. ആരാ പറ്റിരിക്കുന്നേ? അങ്ങനെ മൂത്തപുത്രൻ നല്ലവനായിരുന്നു, നമ്മളത് വായിക്കുമ്പോൾ. ഇളയവനും നല്ലവനായിരുന്നു, നമ്മളത് വായിക്കുമ്പോൾ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇളയപുത്രൻ എന്തോ ഒരു ആഗ്രഹം. അപ്പന്റെ കൂടെ ഇരുന്നാൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പന്റെ കൂടെ ഇരുന്നാൽ എനിക്ക് സ്വന്തമായി എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പന്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പാ, എന്റെ സ്വത്തൊന്ന് ഭാഗിച്ചു തന്നേക്ക്, ഞാൻ തിരികെ പോയിക്കോളാം. അങ്ങനെ ഇളയ പുത്രൻ അപ്പനെ വിട്ടു, സഹോദരനെ വിട്ടു, അതെ, നാട് വിട്ടുപോയി. ദിവസങ്ങളായി, വർഷങ്ങളായി ഈ മകൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവസാനം പന്നിയുടെ വാളവര പോലും തന്റെ ആഹാരമായെന്ന അവസ്ഥ. ഞാനിത് വളരെ ചുരുക്കത്തിൽ പോകാം, ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ടാണ് ഈ പന്നിയുടെ വാളവര വരെ അവന് ആഹാരമായി തോന്നിയത് കൊണ്ട് ഇനിയും ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. അവൻ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. എന്റെ അപ്പന്റെ അടുക്കൽ പോകാം, എന്റെ അപ്പന്റെ വീട്ടിലെ ജോലിക്കാർക്ക് ഇതിനേക്കാളും ഭേദമുള്ള ആഹാരം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ പോകാം. അവൻ എന്നെ മകനായിട്ടല്ല ഒരു ജോലിക്കാരനായിട്ടെങ്കിലും സ്വീകരിച്ചാൽ മതി, എന്റെ വയറൊന്ന് നിറഞ്ഞാൽ മതി എന്നതാണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെ വിശന്ന് തിരിഞ്ഞ് അലഞ്ഞ് അവസാനം അപ്പന്റെ അടുക്കൽ വരുമ്പോൾ ദൂരെ നിന്നും ഓടി വന്ന് അവന്റെ കാലിന് ഒത്ത ചെരുപ്പും കൈയിന് ഒത്ത മോതിരവും അവന് മാറാനുള്ള വസ്ത്രവും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഈ കഥയാണ് യേശു കർത്താവ് അവിടെ പറയുന്നത്. ഈ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ കഥ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ രണ്ടിലും പെടാത്തവരുണ്ടോ? ഓക്കെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ കഥയാണ് യേശു കർത്താവ് അവിടെ പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഇത് യഹൂദന്മാരെ കുത്തുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ, അവരുടെ 100 ആടുകളിൽ ഒരു ആട് നഷ്ടപ്പെട്ടു പോയാൽ ആ ആടിനെ അവർ തപ്പി കണ്ടുപിടിക്കത്തില്ല. ഒരാടല്ലേ, പോയാൽ പോട്ടടാ എന്ന് വെക്കും. 10 ദ്രഹ്മയുണ്ടെങ്കിൽ അതിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയാ 9 എന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അത് പോയാ പോട്ടടാ എന്ന് വെക്കും. 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പോയാ തിരിച്ചു വന്നാ അവനെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലണമെന്നാണ് വേദപുസ്തകത്തില്, പഴയ നിയമത്തില്, മോശയുടെ കൽപ്പനയിൽ എഴുതി വെച്ചിരിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു ഒരു മകൻ വന്നാൽ അവനെ കൊല്ലണം, അവനെ സ്വീകരിക്കരുത് എന്നതാണ് അവരുടെ നിയമം, അവരുടെ വിശ്വാസം. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള അപ്പനല്ല, മറിച്ച് തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന ഒരു അപ്പനാണ്. നിന്നിലെ കുറ്റങ്ങൾ കാണുന്ന ഒരു അപ്പനല്ല. നീ ഇന്ന് വരുമോ, നാളെ വരുമോ, ഈ ആണ്ട് വരുമോ, അടുത്ത ആണ്ട് വരുമോ എന്ന് കാത്തിരുന്ന് ഓരോ വർഷവും അവന് പാകമാകുന്ന ചെരുപ്പും അവന് പാകമാകുന്ന മോതിരവും അവന് പാകമാകുന്ന വസ്ത്രവും എടുത്തു വെച്ച് കാത്തിരുന്ന് എന്റെ മകൻ ഇപ്പോഴെങ്കിലും എന്റെ അടുക്കൽ വരുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു അപ്പനാണ് ഞാനെന്ന് കാണിച്ചതാണ് ആ അധ്യായം. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ആ അധ്യായത്തില് പറയുന്നത് എന്താന്ന് വെച്ചാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പനല്ല ഈ അപ്പൻ. എന്നെ കളഞ്ഞിട്ടാണേലും എന്നെ നാണം കെടുത്തിയിട്ടാണേലും യഹൂദന്മാർക്ക് ഒരു നിയമമുണ്ട്. അവരിടുന്ന വസ്ത്രം അവരുടെ താഴെ പാദങ്കാലിന്റെ ഇവിടെ ഒരു മുട്ടുണ്ടല്ലോ, അതിനെന്നെ പറയുന്ന മലയാളത്തില്
കണങ്കാല്, കറക്റ്റ്, കണങ്കാല് തന്നെയാ പറയുന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അറിയാതെ പോയത്. മലയാളം പറഞ്ഞ് ഒരുപാട് ദിവസങ്ങളായെന്നെ. ഈ കണങ്കാല് മറയ്ക്കുന്നത് പോലെ വേണം അവരെന്തിടാൻ, വസ്ത്രം ഇടാൻ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, അപ്പൻ എന്തു ചെയ്തു, ഓടി വന്നു എന്ന്. ഇവരിടുന്ന വസ്ത്രം തുന്നാത്ത വസ്ത്രമായിരിക്കണം. അർത്ഥാൽ നമ്മുടെ നാട്ടിൽ 5.5 മീറ്റർ സാരി നേരെ വൈറ്റ് കളറിലായാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. ഇത് മൊത്തം ശരീരം ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഇത് വെച്ച് നടക്കാനേ പ്രയാസമാണ്. ഇവൻ അടിച്ചു കെട്ടി താഴെ വീഴും. ഈ അപ്പനാണ് ഇപ്പോൾ തന്റെ കണങ്കാലിൽ പൊങ്ങി മറ്റുള്ളവർ കണ്ടാൽ അപമാനമാണ് എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ, ഞാൻ അപമാനപ്പെട്ടാലും സാരമില്ല, എന്റെ മകനെ ആരും കൊല്ലരുതെന്ന് പറഞ്ഞ് ഓടി വന്ന ഒരു അപ്പനെ അവിടെ യേശു പരിചയപ്പെടുത്തുക. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ അപമാനപ്പെട്ടാലും സാരമില്ല, എനിക്ക് എന്ത് നാണക്കേട് സംഭവിച്ചാലും സാരമില്ല, എൻ്റെ മകനെ ആരും കല്ലെറിഞ്ഞ് കൊല്ലരുത്. കാണുന്ന ആർക്ക് വേണേലും കല്ലെറിയാം. ഫ്രീ ആയിട്ട് ഒരാളെ കൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ കല്ലെടുത്തെറിഞ്ഞു കൊല്ലാം, പോയ മകൻ തിരിച്ചു വന്നാൽ. ഇതാണ് അവരുടെ നിയമം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഞാനത് ചിന്തിക്കുമ്പോൾ, അപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴത്തെ അപ്പന്മാരെ ഒന്ന് ചിന്തിക്കുക. ആദ്യം അപ്പനിൽ നിന്ന് തുടങ്ങാം, അതല്ലേ നല്ലത്. എൻ്റെ മക്കൾ, ചോദ്യം, എൻ്റെ മക്കൾ എന്നെ പോലെ ആവണം. ഞാൻ ആവണം എൻ്റെ മകന്റെ റോൾ മോഡൽ. എൻ്റെ മക്കൾ എന്നെ പോലെ ആവണം, എൻ്റെ മകൻ എന്നെ പോലെ ആവണം, ഞാൻ ആവണം അവന്റെ റോൾ മോഡൽ. ഞാൻ ചെയ്യുന്ന ജോലി അവൻ ചെയ്യണം, ഞാൻ ഇരിക്കുന്നത് പോലെ സത്യസന്ധമായി അവൻ ഇരിക്കണം, ഞാൻ പറയാത്ത ഒരു കള്ളവും അവൻ പറയരുത്, ഞാൻ പറഞ്ഞ കള്ളം അവൻ പറയാമെന്നല്ല, അവൻ മാന്യനായിട്ട് ജീവിക്കണം, എന്നെ പോലെ എൻ്റെ മകൻ ഇരിക്കണം എന്ന് വെച്ച എന്നെ കുറിച്ച് ഈ ലോകത്തിൽ ആർക്കും അറിയത്തില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ എന്ന് പറയുന്ന അപ്പന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? എന്നെ പോലെ പൂർണ്ണമായി എൻ്റെ മകൻ എന്നെ പോലെ ഇരിക്കണം, ഫ്യൂച്ചറിൽ എന്നെ പോലെ അവൻ ഇരിക്കണം, എന്നെ പോലെ മാറണം, എൻ്റെ സ്വഭാവം അവന് വേണം, എൻ്റെ ക്യാരക്ടർ അവന് വേണം. അയ്യേ, പോരുന്നുണ്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ പോലെ എൻ്റെ മക്കൾ ഇരിക്കണം. പറയാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് തിരിച്ചു ചോദിക്കാം. ശരിയല്ലേ? തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് എൻ്റെ റോൾ മോഡൽ എൻ്റെ അപ്പനാണ്. എനിക്ക് എൻ്റെ അപ്പനെ പോലെ മാറണം. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ അല്ല, ഏതെങ്കിലും സിനിമാ നടനെ പോലെ അല്ല, അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനെ പോലെ അല്ല, എനിക്ക് എൻ്റെ അപ്പനെ പോലെ മാറണം. മേളിലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേ, നിങ്ങൾക്ക് ജന്മം തന്ന പിതാവിനെ ആണേ ഞാൻ ഉദ്ദേശിച്ചേ. അങ്ങനെ ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുവാണെങ്കിൽ കാണാനായിരുന്നു. ഈ പുറകിലിരുന്ന് ഈ ചേച്ചിമാരും അനിയത്തിമാരല്ലേ എന്തൊക്കെയോ കമന്റ് പറയുന്നുണ്ട് കേട്ടാ. അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടോ എനിക്ക് കേൾക്കുന്നുമില്ല. എൻ്റെ അപ്പനാണ് എനിക്ക് റോൾ മോഡൽ. എൻ്റെ അപ്പന്റെ സ്വഭാവം എനിക്ക് വേണം. എൻ്റെ അപ്പൻ ദേഷ്യപ്പെടുന്നത് പോലെ എനിക്ക് ദേഷ്യപ്പെടണം. എൻ്റെ അപ്പൻ ചെയ്യുന്ന പ്രവർത്തികൾ പോലെ എനിക്ക് ചെയ്യണം. എൻ്റെ ലോകത്തിൽ എൻ്റെ മാതൃക എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനെ പോലെ ഞാൻ നിൽക്കണം. എൻ്റെ അറിവിൽ ഒരു കുഞ്ഞുങ്ങളും അങ്ങനെ പറയത്തില്ല. കാരണം ഈ അപ്പനെ കുറിച്ച് അറിയാത്ത സീക്രട്ട് പോലും ഈ മക്കൾക്കറിയാം. ചിരിക്കാനല്ലെന്നേ പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ശരിയല്ലേ? ആണോ? അതെ, ഇപ്പൊ അവർ പുറകിലിരുന്ന് പറയുകയാണ്, ഞങ്ങളുടെ അമ്മമാരെയും ചേച്ചിമാരെയും ഒന്നും പറയുന്നില്ലല്ലോ, ഒന്ന് പറയാന്ന് ഇവിടെ ഒന്ന് തീർക്കട്ടെ. ശരിയല്ലേ? ഉണ്ടോ നിങ്ങള്? ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ അപ്പനെ പോലെ ആകണമെന്ന് മക്കൾക്കും എൻ്റെ മക്കളെ എന്നെ പോലെ ആവണമെന്ന് ഒരു അപ്പനും പറയാൻ പറ്റാത്ത സാഹചര്യം എന്താ?